പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്ന് ഒരു സന്തോഷത്തിൻ്റെ സുദിനമാണ്. കാരണം നമ്മുടെ അജിത് കുമാർ കോപ്പറേറ്റീവ് എഡ്യൂ സോൺ യൂട്യൂബ് ചാനലിൻ്റെ ബാനറിൽ പുതിയ ഒരു മേഖലയിലേക്ക് കൂടി നമ്മൾ കടക്കുകയാണ്. ആനുകാലിക സംഭവ വികാസങ്ങൾ കോർത്തിണക്കി കറണ്ട് അഫയേഴ്സ് എന്ന പുതിയ ഒരു പ്ലേ ലിസ്റ്റ് കൂടി നമ്മൾ ഈ ബാനറിന് കീഴിൽ സജ്ജീകരിച്ചിരിക്കുന്നു. വിദ്യാർത്ഥികൾ പല വട്ടമായിട്ട് എന്നോട് ആവശ്യപ്പെടുന്ന, നിരന്തരം അഭ്യർത്ഥിക്കുന്ന ഒരു സംഗതിയാണ് നമ്മുടേതായ ശൈലിയിൽ കറണ്ട് അഫയേഴ്സ്, ആനുകാലിക സംഭവങ്ങൾ കൂടി അവരുടെ മുന്നിലേക്ക് എത്തിക്കണം എന്നുള്ളത്. കൃത്യമായ ആ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നമ്മൾ ഇന്നു മുതൽ എല്ലാ തിങ്കളാഴ്ചയും കൃത്യം 8 മണിക്ക് രാവിലെ തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ സെഷൻസ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ ബാനറിൽ നിന്നും എത്തുന്നു. ശൈലിയിൽ മാറ്റമില്ല, ഇതേ ശൈലിയിൽ തന്നെ അപ്പോൾ തന്നെ പഠിച്ചിറങ്ങുന്ന രീതിയിൽ നമ്മുടെ വീഡിയോ കണ്ടാൽ അപ്പോൾ തന്നെ അത് മനസ്സിലാക്കി പഠിച്ച് കഴിയുന്ന രീതിയിലാണ് നമ്മളെ കറണ്ട് അഫയേഴ്സ്, ആനുകാലിക സംഭവങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. CSEB കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിന് മാത്രമായിട്ടൊരു കറണ്ട് അഫയേഴ്സ്, ആനുകാലിക സംഭവങ്ങളില്ല. അപ്പോൾ അതിൻ്റെ സിലബസ് കൂടി പരിഗണിച്ചുകൊണ്ട്, എന്നാൽ ഈ നമ്മുടെ സഹകരണ വിദ്യാർത്ഥികളെല്ലാം തന്നെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പരീക്ഷകളെല്ലാം, UPSC പരീക്ഷകളെല്ലാം, ബാങ്കിങ് പരീക്ഷകളെല്ലാം, റെയിൽവേ പരീക്ഷകളെല്ലാം, അങ്ങനെ നിരവധി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും പരീക്ഷകൾ എഴുതുന്നവരാണ്. കറണ്ട് അഫയേഴ്സ് അതിലെല്ലാം കോമണാണ്. അപ്പോൾ ഇതിനു വേണ്ടി പ്രത്യേക കറണ്ട് അഫയേഴ്സ്, ആനുകാലിക സംഭവങ്ങളില്ല, നമ്മൾ പഠിക്കുന്നതേ പഠിക്കുന്നു. വിശദമായ പഠനം തന്നെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഇനി ഒരു കറണ്ട് അഫയേഴ്സ് മറ്റൊരു സോഴ്സിൽ നിന്ന് നമുക്ക് ലഭ്യമാക്കേണ്ടതില്ല. ആ രീതിയിൽ വീഡിയോ കണ്ടാൽ അപ്പം തന്നെ പഠിച്ചിറക്കുന്ന രീതിയിലേക്ക്, നമ്മുടെ ശൈലിയിലേക്ക് നമ്മൾ കറണ്ട് അഫയേഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക്, നിങ്ങളുടെ സമക്ഷത്തിലേക്ക് സമർപ്പിക്കുന്നു. 2024 സെപ്റ്റംബർ മാസത്തെ ആദ്യ എപ്പിസോഡ്, അത് നമുക്ക് ഇവിടെ തുടങ്ങാം. നേരെ വീഡിയോയിലേക്ക്. ആദ്യത്തെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം, ഇൻ്റർനാഷണൽ സീപോർട്ട് വിഴിഞ്ഞം, അവിടെ എത്തിയ ഏറ്റവും വലിയ ഒരു ചരക്ക് കപ്പലിൻ്റെ കഥയാണ്. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി MSC, കാണാൻ കഴിയുന്നുണ്ടല്ലോ, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി MSC. ഈ കമ്പനിയുടെ ഏറ്റവും വലിയ ചരക്ക് കപ്പലാണ് ക്ലൗഡ് ജിറാർഡറ്റ്. അത് ഇപ്പോൾ തന്നെ പഠിച്ചു വയ്ക്കുക. ക്ലൗഡ് ജിറാർഡറ്റ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ ഇക്കഴിഞ്ഞ 14-ാം തീയതി വെള്ളിയാഴ്ച എത്തി. ഈ ഭീമൻ കപ്പലിൻ്റെ പേര് മറക്കണ്ട, വീണ്ടും മനസ്സിലേക്ക് എത്തിക്കൂ, ക്ലൗഡ് ജിറാർഡറ്റ്. ഇത് ഏത് കമ്പനിയുടേതാണ്? MSC കമ്പനിയുടെയാണ്. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ വക ഏറ്റവും വലിയ ചരക്ക് കപ്പലാണ് ക്ലൗഡ് ജിറാർഡറ്റ്. വലുപ്പത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ ലോകത്തിലെ 4ാമത് വലുപ്പമുള്ള ഏറ്റവും വലിയ ചരക്ക് കപ്പലാണ് ഈ സംഭവം. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു അൾട്രാ ലാർജ് വെസൽ എന്ന കാറ്റഗറിയിൽ, എന്ന ഗണത്തിൽപ്പെടുത്താവുന്ന വലിയ കപ്പലുകളുടെ ശ്രേണിയിൽപ്പെടുത്താവുന്ന ഒരു കപ്പലാണ് ക്ലൗഡ് ജിറാർഡറ്റ്. കഴിഞ്ഞ ജൂലൈയിൽ, 2024 ജൂലൈയിലാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര സീപോർട്ട്, ഇൻ്റർനാഷണൽ സീപോർട്ട് ട്രയൽ റണ്ണിന് വേണ്ടി തുറന്നത്. അതിനുശേഷം എത്തുന്ന 9ാമത്തെ വലിയ ചരക്ക് കപ്പലാണ് നമ്മുടെ കഥാനായകൻ. ഇതോടെ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ സീപോർട്ടുകളിൽ അടുത്ത ഏറ്റവും വലിയ ചരക്ക് കപ്പൽ എന്നുള്ള ഖ്യാതി വിഴിഞ്ഞം തുറമുഖത്തിലെത്തിയ നമ്മുടെ ക്ലൗഡ് ജിറാർഡറ്റിന് സ്വന്തമായി. വലിപ്പത്തിൽ ലോകത്തിലെ 4ാമത്തെ വമ്പൻ ഷിപ്പാണ് ഈ ക്ലൗഡ് ജിറാർഡറ്റ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിൻ്റെ നീളം 400 മീറ്ററാണ്. അപ്പോൾ വീതിയോ 61.5 മീറ്റർ വീതി. അപ്പോൾ ആഴമോ 16.7 മീറ്റർ ഡ്രാഫ്റ്റ്, അല്ലെങ്കിൽ ആഴം. ഇതാണ് കപ്പലിൻ്റെ ഒരു യഥാർത്ഥ സ്ഥിതി. ഈ കപ്പലിൻ്റെ ക്യാപ്റ്റൻ രജീന്ദർ സിംഗ് ഇന്ത്യക്കാരനാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ സംഗതികൾ ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം, വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട്, അവിടെ എത്തുന്ന ഏറ്റവും വലിയ ചരക്ക് കപ്പൽ ക്ലൗഡ് ജിറാർഡറ്റ്. ഓർക്കുക, അത് MSC കമ്പനിയുടെ വക, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ വക. 2 കാര്യങ്ങളായി. അൾട്രാ ലാർജ് വെസൽ ഗണത്തിൽപ്പെടുന്ന ലോകത്തിലെ 4ാമത്തെ വലിയ കപ്പലാണ് ക്ലൗഡ് ജിറാർഡറ്റ്. അതിൻ്റെ ചിത്രം നമുക്കിവിടെ കാണാനും കഴിയുന്നുണ്ട്. നീളം 400 മീറ്റർ, വീതി 61.5 മീറ്റർ,
അതിൻ്റെ ആഴം, കപ്പലിൻ്റെ ആഴത്തിന് പറയുന്ന ഡ്രാഫ്റ്റ് എന്നാണ്. അത് 16.7 മീറ്റർ. അതാണ് കപ്പലിൻ്റെ ഒരു ഏകദേശ വലിപ്പം. ഇനി ഇതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സ് നമുക്കൊന്ന് രണ്ട് കാര്യങ്ങൾ നോക്കാം. നമ്മളിപ്പോൾ സംസാരിച്ചത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ സംബന്ധിച്ചാണ്. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടാണ്. ഈ സീപോർട്ട് നാച്ചുറൽ സീപോർട്ടാണ്, പ്രകൃതിദത്തമായ സീപോർട്ടാണ്. പക്ഷേ ഈ സീപോർട്ടിൻ്റെ രൂപത്തിൽ ഉണ്ടാക്കുന്ന കമ്പനി അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസാണ്. പ്രത്യേകം ഓർത്തു വയ്ക്കുക, വിഴിഞ്ഞം ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പണി കംപ്ലീറ്റ് ചെയ്യുന്ന കമ്പനി അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസാണ്. ഈ പ്രകൃതിദത്ത തുറമുഖത്തിന്, വിഴിഞ്ഞം സീപോർട്ടിന് ഏകദേശം 18 മുതൽ 20 വരെ മീറ്റർ പ്രകൃതിദത്തമായ താഴ്ച തന്നെയുണ്ട്, ആഴമുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആയിട്ട് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ ഡ്രഡ്ജിങ്, ഒരു മണ്ണ് കുഴിച്ച് തുറമുഖത്തിന് യോജിച്ച രീതിയിലേക്ക് പാകപ്പെടുത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡ്രഡ്ജിങ് എന്ന് പറയുക. അത് ഏറ്റവും കുറഞ്ഞ രീതിയിൽ തന്നെ മതിയാവും വിഴിഞ്ഞത്തിന്. അതാണ് വിഴിഞ്ഞത്തിൻ്റെ പ്രത്യേകത. ഇനി അതിൻ്റെ ലൊക്കേഷൻ നമുക്ക് നോക്കാം. കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽപ്പെട്ട വിഴിഞ്ഞം എന്ന പ്രദേശത്താണ് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അത് നമ്മുടെ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും 15 കിലോമീറ്റർ അകലെ മാത്രമാണ്. അതുപോലെ ട്രയൽ റൺ ഇതിനു വേണ്ടി ആരംഭിച്ചത് ഈ 2024 ജൂലൈയിലാണെന്ന് ഞാൻ പറഞ്ഞു. അതുകൂടി ഓർത്തു വയ്ക്കുക. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തിരിക്കുന്ന കമ്പനി അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണെന്ന് പറഞ്ഞു. വീണ്ടും ഓർത്തു വയ്ക്കുക. ആകെ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും, 20,000 കോടി രൂപയാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിൻ്റെ ആകെ നിർമ്മാണ ചിലവ്. ഈ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമ്മൾ കരുതേണ്ടത്, ഇത് അന്താരാഷ്ട്ര കപ്പൽ ചാൽ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ലൈനിന് വളരെ കുറഞ്ഞ അകലം മാത്രമേ ഉള്ളൂ. ഏകദേശം 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലത്തിലാണ് നമ്മുടെ സീപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻ്റർനാഷണൽ സീപോർട്ടായിട്ട് ഈ വിഴിഞ്ഞം തുറമുഖം മാറുന്നത്. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രശസ്തമായ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുണ്ട്. അങ്ങനെ ഒരു ചോദ്യം വന്നാലോ, ഏതാത്? കോവളം ബീച്ച്. കേട്ടിട്ടില്ലേ? അതാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. അതും കൂടി ഈ ഘട്ടത്തിൽ ഓർമ്മിച്ച് വയ്ക്കുക. ഇനി ഫാക്ട് നമ്പർ 2. ഇടക്കാലത്ത് കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്? ആ പേര് നിങ്ങൾ കണ്ടു, ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അപ്പോൾ മലയാള സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ നിയോഗിച്ച 3 അംഗ കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി. ആദ്യം മനസ്സിലാക്കുക, സർക്കാർ ഇവരെ നിയോഗിച്ചത്, ഈ കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ജൂലൈ 7, 2017 ജൂലൈ 7, 2017 ഹേമ കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് കേരള സർക്കാർ. കേരളത്തിലെ സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ വിശദമായി പഠിച്ച് വിശദമായ മൊഴികൾ എടുത്തതിന് ശേഷം ഈ ഹേമ കമ്മിറ്റി 31/12/2019 അവരുടെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. അപ്പോൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കുക. ഹേമ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് 7 ജൂലൈ 2017. 7/7/17 ഓർക്കാൻ എളുപ്പമല്ലേ? 7/7/17 എല്ലാം 7ആണ്. അത് റിപ്പോർട്ട് സമർപ്പിച്ചത് 19 അവസാന ദിവസം, ന്യൂ ഇയറിൻ്റെ തലേ ദിവസം, 2019 ഡിസംബർ 31. ഇതും മനസ്സിലങ്ങോട്ട് ഇപ്പം തന്നെ വയ്ക്കുക. ഹേമ കമ്മിറ്റിയിൽ 3 അംഗങ്ങളാണുള്ളത്. ആദ്യത്തെ തന്നെ പേര് സൂചിപ്പിക്കും പോലെ ജസ്റ്റിസ് കെ ഹേമ. ജസ്റ്റിസ് കെ ഹേമ അധ്യക്ഷയാണ്. അപ്പോൾ കമ്മിറ്റിയുടെ അധ്യക്ഷ ജസ്റ്റിസ് കെ ഹേമ. 2 അംഗങ്ങൾ കൂടി ഈ കമ്മിറ്റിയിലുണ്ട്. ആകെ അതുകൊണ്ടാണ് 3 അംഗ കമ്മിറ്റി എന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചത്. 2ാമത്തെ അംഗം ശ്രീമതി KB വത്സലകുമാരി. നിങ്ങൾക്ക് പേരൂടെ കാണാം, KB വത്സലകുമാരി. അവർ റിട്ടയർഡ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഗവൺമെൻറ് ഓഫ് കേരളയാണ്. സർക്കാരിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി വിരമിച്ച ഒരു ഉദ്യോഗസ്ഥയാണ് KB വത്സലകുമാരി. അതുപോലെ തന്നെ നമുക്ക് പ്രിയങ്കരിയായ നമ്മുടെ നടി ടി ശാരദ, സിനിമാ നടിയായിട്ടുള്ള ടി ശാരദ. ഇവർ 3 പേര് അടങ്ങുന്ന 3 അംഗ കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി എന്ന പേരിൽ അറിയപ്പെടുക. കൃത്യമായി മനസ്സിലാക്കിയല്ലോ? ഡൺ? ഓക്കെ.
ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട മറ്റൊരു കമ്മിറ്റിയുടെ പേര് കൂടി ഈ സുഹൃത്തുക്കൾ ഓർത്തു വയ്ക്കുക. അത് WCC എന്നാണ് പറയുക. 2017 മെയ്യിലാണ് ഈ WCC കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. WCCയുടെ ഫുൾ ഫോം നമുക്കറിയാം, വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അത് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. WCC, വിമൻ ഇൻ സിനിമ കളക്റ്റീവ്. ഇനി മൂന്നാമത് ഫാക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. കേരളത്തിലെ 6ാമത് ലോകായുക്ത ആയി നിയമിതരായ വ്യക്തി ആരാണ്? 6ാമത് ലോകായുക്ത അതാരാണ്? അത് ജസ്റ്റിസ് N. അനിൽകുമാർ. ഇദ്ദേഹമാണ് 6ാമത് കേരള ലോകായുക്ത. ജസ്റ്റിസ് N. അനിൽകുമാർ 6ാമത് ലോകായുക്ത. മനസ്സിലാക്കി വയ്ക്കുക, ജസ്റ്റിസ് N. അനിൽകുമാർ. ഇനി ഫാക്ട് നമ്പർ 4. നമ്മുടെ കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷൻ പോലെ തന്നെ സഹകരണ മേഖലയ്ക്കും ഇലക്ഷൻ കമ്മീഷണർ ഉണ്ട്. അങ്ങനെ ഇപ്പോൾ നിയമിതനായിട്ടുള്ള കോപ്പറേറ്റീവ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആര്? അതാണ് ചോദ്യം. കോപ്പറേറ്റീവ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാ? അത് ശ്രീമതി സജിത. ശ്രീമതി A. സജിത, കോപ്പറേറ്റീവ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ശ്രീമതി A. സജിത. 2 കമ്മീഷണേഴ്സ് കൂടി ഈ കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനിൽ ഉണ്ട്. ആ 2 പേരുടെ പേര് കൂടി ഒരു അഡീഷണൽ ഫാക്റ്റായി മനസ്സിലാക്കുക. അത് 1 MS ലൈല, നമ്പർ 2 M. ബിനോയ് കുമാർ. അപ്പോൾ 3 പേരാണ് ഇലക്ഷൻ കമ്മീഷൻ സഹകരണ മേഖലയിലുള്ളത്. 1 ചീഫ് ഇലക്ഷൻ കമ്മീഷണർ A. സജിത, 2 മെമ്പർമാർ 1 MS ലൈല, 2 M. ബിനോയ് കുമാർ. ഡൺ, മനസ്സിലാക്കിയല്ലോ? ഓക്കെ. ഇനി ഫാക്ട് നമ്പർ 5 നമുക്ക് നോക്കാം. KSEBയുടെ ഒരു പുതിയ പദ്ധതിയെ സംബന്ധിച്ചുള്ള ഒരു കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ആദ്യം 5ാമതായി നോക്കുന്നത്. സംസ്ഥാനത്ത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് KSEBയുടെ ആഭിമുഖ്യത്തിൽ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം കാണാൻ കഴിയുന്നുണ്ടല്ലോ. അതിൻ്റെ ഷോർട്ട് ഫോമാണ് BESS. എന്താണ് ബസ്സിൻ്റെ ഫുൾ ഫോം? ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം. അപ്പോൾ പീക്ക് അവേഴ്സിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സോളാർ എനർജിയെ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പുതിയ സംവിധാനമാണ് ബസ് എന്ന ഒരു പേരിൽ അറിയപ്പെടുന്നത്. അതിൻ്റെ ഫുൾ ഫോം ഒന്നുകൂടി ഞാൻ പറയാം. ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത് സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, SECI, അതിൻ്റെ ഫുൾ ഫോം ഓർത്ത് വയ്ക്കുക. സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ സഹായത്തോടു കൂടിയാണ് ഈ ബസ് വരുന്നത്. ഇനി 6ാമത് ഫാക്റ്റിലേക്ക് നമുക്ക് നോക്കാം. വനിതാ സൗഹൃദ പദ്ധതിയാണ് 6ാമത് ഫാക്റ്റായിട്ട് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. 1, കേരള സർക്കാർ വനിതകൾക്ക് കുറഞ്ഞ ചിലവിൽ സെക്യൂർഡ് താമസ സൗകര്യം, സുരക്ഷിതമായ താമസ സൗകര്യം, നല്ല ഫെസിലിറ്റിയോടുകൂടി തിരുവനന്തപുരത്ത് തയ്യാറാക്കിയ ഒരു പദ്ധതി വന്നിരിക്കുന്നു. ആ പദ്ധതിയുടെ പേരാണ് സഖി. കണ്ടില്ലേ? സഖി എന്ന പേരിൽ വനിതകൾക്ക് കുറഞ്ഞ ചിലവിൽ സുരക്ഷിതമായ സൗകര്യപ്രദമായ താമസ സൗകര്യം തിരുവനന്തപുരം കൈരളി എന്ന് പറയുന്ന ഒരു തിയേറ്റർ കോംപ്ലക്സ് സർക്കാരിൻ്റെ വകയായിട്ട് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ആഭിമുഖ്യത്തിലുള്ള തിയേറ്റർ കോംപ്ലക്സാണ്. ആ കോംപ്ലക്സിൽ സഖി എന്നുള്ള പേരിൽ ഒരു താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ആ പേര് ഓർത്തു വയ്ക്കുക, സഖി. ഫാക്ട് നമ്പർ 7. ജൈവ പച്ചക്കറി കൃഷിയുടെ വ്യാപനത്തിന് വേണ്ടി കേരള കാർഷിക ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് സർക്കാരിൻ്റെ അവർ തയ്യാറാക്കിയിട്ടുള്ള ഒരു പുതിയ പദ്ധതിയുടെ പേരാണ് ജൈവ പച്ചക്കറി കൃഷി വ്യാപനത്തിന് വേണ്ടി ഈ ഓണത്തിനോടനുബന്ധിച്ച് തയ്യാറാക്കിയ ഒരു പദ്ധതിയുണ്ട് സർക്കാരിൻ്റെ. ആ പദ്ധതിയുടെ പേരാണ് ഓണത്തിന് ഒരു മുറം പച്ചക്കറി. കണ്ടില്ലേ? ആ പദ്ധതിയുടെ പേര് ഓർത്തു വയ്ക്കൂ, ഓണത്തിന് ഒരു മുറം പച്ചക്കറി. അതാണ് കാർഷിക വകുപ്പിൻ്റെ ഒരു പുതിയ ഓണത്തിന് സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ജൈവ പച്ചക്കറി കൃഷി സംരംഭത്തിൻ്റെ പേര്. ഇനി 8ാമത് ഫാക്റ്റിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. 8ാമത് ഫാക്റ്റ്, സംസ്ഥാന സർക്കാരിൻ്റെ വയോസേവന പുരസ്കാരത്തിന് അർഹനായത് ആര്? അതാണ് ചോദ്യം. സംസ്ഥാന സർക്കാരിൻ്റെ വയോസേവന പുരസ്കാരത്തിന് അർഹനായത് ആര്? ആജീവനാന്ത പുരസ്കാരം നേടിയിട്ടുള്ളത് 2 പേരാണ്. അതിലൊന്ന് വിദ്യാധരൻ മാസ്റ്റർ. നമുക്കറിയാം സംഗീത സംവിധായകനായിട്ടുള്ള വിദ്യാധരൻ മാസ്റ്ററാണ് വയോസേവന പുരസ്കാരത്തിൻ്റെ ആജീവനാന്ത പുരസ്കാരത്തിന് അർഹനായ വ്യക്തി. വിദ്യാധരൻ മാസ്റ്റർ മറക്കേണ്ടതില്ല. ഇനി ഒരാൾ കൂടിയുണ്ട്, വേണുജി. അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞാൽ ആരായി? വേണുജി കൂടിയാട്ട കലാകാരനാണ്.
ശ്രീ വേണുജി. അപ്പോൾ 2 പേർക്കാണ് ഈ വർഷത്തെ വയോസേവന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഓർക്കുക. ഓക്കെ അല്ലേ? ഈ പുരസ്കാരത്തോടൊപ്പം നമ്മുടെ കോർപ്പറേഷനുകളെയും ജില്ലാ പഞ്ചായത്തുകൾക്കുമുള്ള അവാർഡുകൾ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിനെയാണ് ഈ വർഷത്തെ. അതുപോലെ തന്നെ മികച്ച കോർപ്പറേഷനായി തിരഞ്ഞെടുത്തത് തിരുവനന്തപുരം കോർപ്പറേഷനെയുമാണ്. അങ്ങനെയാണെങ്കിൽ മുനിസിപ്പാലിറ്റിയോ? മികച്ച മുനിസിപ്പാലിറ്റി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയാണ്. കൊയിലാണ്ടി. ഒന്നുകൂടിയുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത്. 2 ബ്ലോക്കുകളെയാണ് മികച്ച ബ്ലോക്കുകളായി തിരഞ്ഞെടുത്തത്. വൈക്കം ആൻഡ് കല്യാശ്ശേരി. ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി മനസ്സിലാക്കി വയ്ക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. ഇനി ഫാക്ട് നമ്പർ 9. ഇനി ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റ് അംഗീകാരം സംബന്ധിച്ചൊരു വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ് ഞാൻ സംസാരിക്കുന്നത്. അത് ഇന്ത്യയിൽ 70 വയസ്സ് തികഞ്ഞ വയോധികർക്ക് ആരോഗ്യ സുരക്ഷ നൽകുന്ന ഒരു പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം ലഭിച്ചിരിക്കുന്നു. ആ പദ്ധതിയുടെ പേരാണ് ABPM-JAY. കണ്ടില്ലേ? ABPM-JAY. എന്താണ് ABPM-JAY എന്ന് പറഞ്ഞാൽ? AB എന്ന് പറഞ്ഞാൽ എന്താ? ആയുഷ്മാൻ ഭാരത്. PM എന്ന് പറഞ്ഞാൽ എന്താ? പ്രധാനമന്ത്രി. ജയ് എന്ന് പറഞ്ഞാൽ എന്താ? ജൻ ആരോഗ്യ യോജന. ABPM-JAY അതിൻ്റെ ഫുൾ ഫോം എന്താ? ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ABPM-JAY എന്താ പദ്ധതി? 70 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്കുള്ള ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയുമാണ്. അത് മനസ്സിലായല്ലോ. ഇനി അതിൻ്റെ വിശദാംശങ്ങൾ എന്താണെന്ന് പെട്ടെന്ന് നമുക്ക് നോക്കാം. ഈ പദ്ധതി പ്രകാരം 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസാണ്, കവറേജാണ് 70 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്ക് ലഭ്യമാക്കുക. ഇത് ഏകദേശം 4.5 കോടി കുടുംബങ്ങൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കും. 6 കോടിയിൽ പരം വയോധികർക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കും. ഇതാണ് ഇതിൻ്റെ മറ്റ് പോയിന്റ്സ് ആയിട്ട് നമ്മൾ ഓർത്തു വയ്ക്കേണ്ടത്. അപ്പോൾ 9ാമത്തെ പോയിന്റ് മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ അല്ലേ? ഇനി 10ാമത് മറ്റൊരു ഫാക്റ്റിലേക്ക്. ഇതൊരു ഇൻ്റർനാഷണൽ വാർത്ത. എന്താണ്? നമ്മളിവിടുത്തെ തിരഞ്ഞെടുപ്പ് പോലെ തന്നെ എല്ലാ ജനങ്ങളും ചേർന്ന് ജഡ്ജിനെ തിരഞ്ഞെടുത്താലോ? അങ്ങനെ ഒരു പരിപാടി നമ്മുടെ രാജ്യത്തുണ്ടോ? അമേരിക്കയിലൊക്കെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നമ്മൾ ജനാധിപത്യപരമായി കണ്ടിട്ടുണ്ട്. ഇന്ത്യയിൽ അത് മറ്റൊരു രീതിയിൽ ജനാധിപത്യ സമ്പ്രദായത്തിൽ നമ്മൾ പ്രധാനമന്ത്രി വരെ എത്തുന്ന തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ജഡ്ജിനെ, പല ഘട്ടങ്ങളിലുമുള്ള ജഡ്ജസിനെ തിരഞ്ഞെടുക്കുന്നത്, ഈ രീതിയിലുള്ള ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു രീതി ആദ്യമായിട്ട് ലോകത്ത് നടപ്പിലാക്കിയ രാജ്യമായി മെക്സിക്കോ മാറി എന്നുള്ളതാണ് അടുത്ത ഒരു പ്രധാന ഫാക്റ്റായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഓർത്തു വയ്ക്കുക, മെക്സിക്കോ, the country Mexico become world's first country to approve popular election of judges at all levels. അത് മനസ്സിലാക്കി വയ്ക്കുക. മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ അല്ലേ? ഇനി ഫാക്ട് നമ്പർ 11. നമുക്കറിയാം ദ്രോണാചാര്യ അവാർഡ് കൊടുക്കുന്നത് ഈ കോച്ചുകൾക്കാണ്. സ്പോർട്സ് മേഖലയിലെ കോച്ചുകൾക്ക് കൊടുക്കുന്ന അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ്. ആ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു TT കോച്ച് മീൻസ് ടേബിൾ ടെന്നീസ് കോച്ച് ഈ ആഴ്ച മരണപ്പെട്ടു. വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു TT കോച്ചാണ് മരണപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ പേരാണ് നമ്മൾ ഓർത്തു വയ്ക്കുക. പുഷിലാൽ. PUSHILAL. പുഷിലാൽ. അദ്ദേഹമാണ് ഈ കഴിഞ്ഞ ആഴ്ച നമ്മളോട് വിട പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പേര് ഓർത്തു വയ്ക്കുക. കാരണം വളരെ പ്രശസ്തനായ ദ്രോണാചാര്യ അവാർഡ് വിന്നറായിട്ടുള്ള ഒരു TT കോച്ചാണ് പുഷിലാൽ. ഇനി കേരളത്തെ സംബന്ധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കാം. 7ാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ശ്രീ KN ഹരിലാൽ. ശ്രദ്ധിക്കുക, 7ാമത് ധനകാര്യ കമ്മീഷൻ, കേരള ധനകാര്യ കമ്മീഷൻ ചെയർമാൻ KN ഹരിലാൽ. ഓർത്തു വയ്ക്കുക, ധനകാര്യ കമ്മീഷൻ ചെയർമാൻ KN ഹരിലാൽ. മറക്കണ്ട. ഓക്കെ അല്ലേ? അടുത്ത ശൂന്യാകാശത്തിൽ നടന്ന ഒരു വാർത്ത സംബന്ധിച്ചതാണ്. സ്പേസ് വാക്ക്. 2 ശൂന്യാകാശ സഞ്ചാരികൾ ശൂന്യാകാശത്ത് നടന്ന ഒരു വാർത്തയാണ് നമ്മളെ കഴിഞ്ഞ ആഴ്ച ഞെട്ടിച്ചത്. ആ ദൗത്യത്തിൻ്റെ പേര് പോളാരിസ് ഡോൺ എന്നാണ്. ശ്രദ്ധിക്കുക, പോളാരിസ് ഡോൺ ആണ് ദൗത്യത്തിൻ്റെ പേര്. 2 പേരാണ് സ്പേസ് വാക്കിൽ നടന്നത്. മറ്റ് 2 പേർ പേടകത്തിലും ഉണ്ടായിരുന്നു. അങ്ങനെ ആകെ ഈ ദൗത്യത്തിൽ ഉണ്ടായിരുന്നത് 4 പേരാണ്. 4 പേരുടെയും പേരുകളൊന്ന് മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും. നടന്ന സ്പേസ് വാക്ക് നടത്തിയ ആ ടീമിൻ്റെ കമാൻഡർ ജേർഡ് ഐസക് മാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ജേർഡ് ഐസക് മാൻ ആണ് ആ ദൗത്യത്തിൻ്റെ കമാൻഡർ.
മിഷൻ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള സാറ ഗില്ലിസാണ്. അപ്പോൾ 2 പേര് നടന്ന ആൾക്കാരുടെ പേര് ഞാൻ പറഞ്ഞു. ഒന്ന് ജേഡ് ഐസക് മാൻ, അദ്ദേഹം കമാൻഡർ ആയിരുന്നു. അതുപോലെ ഈ മിഷൻ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള സാറ ഗില്ലിസ്, ഈ 2 പേരാണ് സ്പേസ് വാക്ക് നടത്തിയിട്ടുള്ളത്. മറ്റ് 2 പേർ കൂടി ദൗത്യത്തിൽ പങ്കെടുത്തു. ഒന്ന് മിഷൻ പൈലറ്റ് ആയിട്ടുള്ള സ്കോട്ട് പൊറ്റിറ്റ്, മിഷൻ പൈലറ്റാണ് സ്കോട്ട് പൊറ്റിറ്റ്. അതുപോലെ തന്നെ ഒരു സ്പെഷ്യലിസ്റ്റ് ഉണ്ടായിരുന്നു, അവരുടെ പേര് അന്ന മേനോൻ. ഇങ്ങനെ 4 പേരാണ് ഈ ദൗത്യത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. ഭൂമിയിൽ നിന്നും 800 കിലോമീറ്റർ അകലെയുള്ള ഒരു പേടകം, ആ പേടകത്തിൻ്റെ പേര് ഡ്രാഗൺ. ആ പേടകത്തിൽ നിന്നാണ് ഈ ശൂന്യാകാശ സഞ്ചാരികൾ സ്പേസ് വാക്ക് നടത്തിയിട്ടുള്ളത്. അപ്പോൾ കിലോമീറ്റർ 800, പേടകത്തിൻ്റെ പേര് ഡ്രാഗൺ. ഇനി ഈ സ്പേസ് വാക്കിന് ഉപോത്ബലകമായിട്ടുള്ള പദ്ധതി ആവിഷ്കരിച്ച കമ്പനിയുടെ പേരാണ് ഏറ്റവും പ്രധാനം. പോളാരിസ് ഡോൺ ദൗത്യം നടത്തിയ കമ്പനി ഒരു സ്വകാര്യ കമ്പനിയാണെന്നത് ഏറ്റവും വലിയ പ്രത്യേകത. അതിൻ്റെ പേരാണ് സ്പേസ് എക്സ് എന്നാണ് ആ കമ്പനിയുടെ പേര്. അപ്പോൾ ഇതോടെ ബഹിരാകാശ സ്പേസ് വാക്ക് നടത്തിയ ആദ്യത്തെ സ്വകാര്യ കമ്പനിയായി സ്പേസ് എക്സ് മാറി. ഈ സ്പേസ് എക്സ് എന്ന് പറയുമ്പോൾ ഒരു സ്വകാര്യ വ്യക്തിയുടേതാണെന്ന് പറഞ്ഞു. ആരാത്? ലോകത്തിലെ തന്നെ ശതകോടീശ്വരന്മാരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന എലോൺ മസ്ക് എന്ന് കേട്ടിട്ടില്ലേ? അദ്ദേഹത്തിൻ്റെ സ്വന്തം ഒരു സ്പേസ് കമ്പനിയാണ് ഈ പറയുന്ന സ്പേസ് എക്സ്. അത് മറ്റൊരു അഡീഷണൽ ഇൻഫർമേഷനായിട്ട് വയ്ക്കുക, സ്പേസ് എക്സിൻ്റെ സ്ഥാപകൻ ഇലോൺ മസ്ക്, അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി ഫാക്ട് നമ്പർ 15. കേരളത്തിലെ ലേബർ കമ്മീഷണറായി നിയമിക്കപ്പെട്ട വ്യക്തി ആര്? ഇതാണ് ചോദ്യം. ലേബർ കമ്മീഷണറായി ഇപ്പോൾ നിയമിതനായ വ്യക്തി ആര്? സഫ്ന നസറുദ്ദീൻ, അതാണ് പുതിയ ലേബർ കമ്മീഷണർ. ലേബർ കമ്മീഷണറുടെ പേര് മനസ്സിലാക്കി വെക്കുക, സഫ്ന നസറുദ്ദീൻ. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പുതിയ ലേബർ കമ്മീഷണർ സഫ്ന നസറുദ്ദീൻ. ഓക്കെ അല്ലേ? ഡൺ. ഇനിയൊരു സ്പോർട്സ് വാർത്ത, അടുത്ത ഫാക്ട് നമ്പർ 15 ആയിട്ട് നമുക്ക് സംസാരിക്കാം. അത് പണ്ടത്തെ ഒരു ലോങ് ജമ്പിൽ ഏഷ്യൻ റെക്കോർഡിട്ട ഒരു മലയാളി ലോങ് ജമ്പ് താരം. അദ്ദേഹം ആ റെക്കോർഡിട്ടിട്ട് ഇന്നേക്ക് 50 വർഷം തികയുന്നു. 1974 സെപ്റ്റംബർ 12 ഏഷ്യൻ ഗെയിംസിൽ നടന്ന ടെഹ്റാനിൽ വെച്ച് നടന്ന ഏഷ്യൻ ഗെയിംസിൽ അദ്ദേഹം റെക്കോർഡോടുകൂടി സ്വർണം നേടിയത്. അന്ന് അദ്ദേഹം 8.07 മീറ്റർ ചാടി. അത് മറ്റാരുമായിരുന്നില്ല, TC യോഹന്നാൻ. അദ്ദേഹത്തിൻ്റെ ചാട്ടത്തിന് ഇന്ന് 50 വർഷങ്ങളുടെ മധുരം. TC യോഹന്നാൻ 1974 സെപ്റ്റംബർ 12 ടെഹ്റാൻ ഗെയിംസിൽ, ഏഷ്യൻ ഗെയിംസിൽ റെക്കോർഡോടുകൂടി സ്വർണം നേടിയ മലയാളി താരം TC യോഹന്നാൻ. ആ നേട്ടത്തിന് ഇന്ന് 50 വയസ്സ്. സുഹൃത്തുക്കളെ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ആദ്യത്തെ കറണ്ട് അഫയേഴ്സ് സെഷൻ? നിങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ഇന്ന് തന്നെ ഈ 15 ചോദ്യങ്ങളും 15 ഫാക്റ്റുകളും ഒരാവർത്തി കൂടി കണ്ട് മനസ്സിലാക്കി നിങ്ങൾ ഇതിൽ നിന്നിറങ്ങുക. നിങ്ങളുടെ മനസ്സിൽ എന്നും ഈ സംഗതികളുണ്ടാവും. വിജയമാണ് ലക്ഷ്യമെങ്കിൽ പഠനമാണ് നമ്മളുടെ ഷോർട്ട് കട്ട്. അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മളോടൊപ്പം മുന്നേറൂ, വിജയം സുനിശ്ചിതം. കറണ്ട് അഫയേഴ്സ് നമ്മുടെ കൈപ്പിടിയിൽ തന്നെ നിൽക്കും. ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് ഏറെ ഹൃദ്യമായി കാണും എന്ന് ഞാൻ ധരിക്കുകയാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് അത് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ മെമ്പർഷിപ്പിന് ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് താല്പര്യമുള്ള അംഗങ്ങൾ മെമ്പർഷിപ്പിലേക്ക് വരിക. കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോസ് നിങ്ങളെ കാത്തിരിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ആ ഫസ്റ്റ് സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള സമകാലീന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് കറണ്ട് അഫയേഴ്സിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ ധരിക്കുകയാണ്. പുതിയ വാർത്തകളുമായിട്ട്, പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട്, സമകാലീന വാർത്തകളുമായിട്ട് അടുത്ത തിങ്കളാഴ്ച കൃത്യം 8 മണിക്ക് നമ്മൾ രണ്ടാമത്തെ എപ്പിസോഡുമായി വീണ്ടും കാണും. അതുവരെ സൈനിങ് ഔട്ട്, നിങ്ങളുടെ അജിത് കുമാർ. താങ്ക് യു.